ഏറെ ചർച്ച ചെയ്യപ്പെട്ട മോഹത്തിലെ അമലയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയായിരുന്നു അമലയിലേക്കുള്ള ഒരു കടന്നുവരവ്? നമ്മൾ സുഹൃത്തുക്കൾ ചേർന്നിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. സ്ക്രിപ്റ്റ് എഴുതിയതും നമ്മൾ 4 പേര് ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മൾക്കൊരു ചെറിയ കണ്ടന്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ. ക്യാരക്ടറിൻ്റെ എല്ലാം വണ്ടിയുമായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടി, വണ്ടി ഓടിക്കുന്ന ആഗ്രഹമുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ബാക്കി ക്യാരക്ടർ ഡീറ്റെയിൽസും മറ്റുള്ള ക്യാരക്ടേഴ്സൊക്കെ ആഡ് ആയതാണ്. ചെറിയ സമയം കൊണ്ട് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ആദ്യം ഫോണിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലേക്കായിരുന്നു. പിന്നെ നമ്മൾക്കൊരു ചെറിയ പ്രൊഡ്യൂസറിനെ കിട്ടി. അപ്പം അദ്ദേഹം കൂടെ നിന്നു. അപ്പോൾ ഒരു 15 ദിവസത്തിൽ നമ്മൾ ഷൂട്ട് തീർത്തു. അപ്പോൾ അതുപോലെ അറിയുന്ന പല ആളുകളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട്. അത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് വരിക, നമ്മൾ ജഡ്ജ്മെൻറ്റ് പാളിയോ എന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഇവിടെ ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോൾ സന്തോഷമായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. വളർന്നു വരുന്ന കലാകാരന്മാർക്ക് പലപ്പോഴും ഒരു പ്രചോദനമായി മാറാറുണ്ട് IFFK വേദികൾ. IFFK വേദികളിൽ വരാറുണ്ടോ? ഞാൻ ആദ്യമായിട്ട് വരുന്നത് 2018 എന്താന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മളൊരു ഡെലിഗേറ്റ് ആയിട്ട് വരാണ്. ഒരു അത്ഭുതം തിരിച്ചു വന്നു. പിന്നെ 2022 എന്താ വന്നിരുന്നു. അപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയും ഇനി വരുമ്പോൾ നമ്മളുടെ ഗസ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ടാഗൊക്കെ മാറി ചുമ്മാ പറഞ്ഞതാ. പക്ഷെ അടുത്ത വർഷം നമ്മൾ ഡയറക്ടറിൻ്റെ ഇതിന് മുന്നത്തെ പടം തടവ് IFFKയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ വളരെ ചെറിയ റിസോഴ്സിൽ നമ്മളങ്ങനെ അറിയപ്പെടുന്ന ആക്ടേഴ്സിനൊന്നും വെക്കാതെ തന്നെ നല്ല സിനിമകൾ ചെയ്താൽ അത് കാണാൻ വേണ്ടിയിട്ട് വളരെ അറിവുള്ളൊരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിന് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ IFFK ആണെങ്കിലും ഒരു നമ്മൾ വാണിജ്യ സിനിമകൾ വളരെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. നമ്മുടെ ആഗ്രഹം അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നാണ്. പക്ഷേ നമ്മൾ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ ചെയ്യുന്ന ആൾക്കാരെല്ലാം അവരുടെ എഫേർട്ടിൽ അംഗീകരിക്കപ്പെടുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം.